പിഞ്ചു കുഞ്ഞുങ്ങൾ മനോഹര വിരലുകളാൽ മണ്ണപ്പം ചൂടുന്നതിന് പകരം കളിമണ്ണിൽ ജീവസുറ്റ മിനിയേച്ചർ ശില്പങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നു. മഴയത്തും ചേറിലും കളിക്കും പോലെ അവർ കളിമണ്ണിൽ മനസ്സറിഞ്ഞു കളിച്ചു. അവർക്ക് ഇഷ്ടമുള്ളതും ആഭരണങ്ങളും ആമയും മുയലും പാത്രങ്ങളും പൂച്ചട്ടി വരെ നിർമ്മിച്ചു. ഓരോന്നും റയർ ആൻഡ് സിംഗിൾ പീസുകൾ, വിലമതിക്കാൻ കഴിയാത്തവ. അവർ അവരുടെ ജീവിതത്തിൽ ആദ്യമായി ജൂനിയർ ശില്പികളായി. അവർക്കറിയാം പൂർണ്ണ ശില്പിയാകാൻ ഇനിയുമേറെ യാത്രയുണ്ടെന്ന്. അവരതിനായി കുതിച്ചു തുടങ്ങി. അത് കുതിതി എന്ന കൊച്ചുമുടിക്ക് തന്നെ പങ്കുവെക്കുന്നു. അപ്പം നല്ലൊരു പരിശീലനം ഞങ്ങൾക്ക് തന്നത്. പഠിച്ചു, നമ്മളെ പഠിപ്പിച്ചു, നമ്മളെ കൈവച്ച് ചെയ്യിപ്പിച്ചു, എല്ലാം ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഫീലിങ്സിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇതിങ്ങനെ ഒരു നിർമ്മിക്കണമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇങ്ങോട്ട് വരാത്ത, ഈ സാറ് മാത്രം എന്തിനാ ചെയ്യുന്നത്, ഞങ്ങൾക്ക് എന്താ തരാത്തതെന്ന്. അപ്പോൾ എല്ലാവരും നല്ലോണം ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കും ഇങ്ങനെയുള്ള മടിയൊന്നുമില്ല. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. സാറുമാരും ഞങ്ങളെ എന്ത് ചെയ്യാനുള്ള ഒരു ഇത് തരുന്നുണ്ട്. കളിമൺ നമ്മൾ സാധാ മണ്ണിൽ വെള്ളം ഒഴിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് അതേ കണക്ക് തന്നെ നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെ കയ്യിലൊക്കെ ഇങ്ങനെ ഇന്നലെന്ന് വെച്ചാൽ കയ്യിൽ മൊത്തം നല്ല കണക്ക് ചെളിയായിട്ടുണ്ടായിരുന്നു. ഇപ്പം അത്ര വലിയ കുഴപ്പമില്ല, ഉണങ്ങിയുണ്ട്. അത് ഇച്ചിരി ഹാർഡായിട്ടുണ്ട്. ഇല്ല, കാരണം നമ്മുടെ കയ്യിൽ നഖമൊന്നുമില്ല. എനിക്ക് വളർത്തുന്നതായിട്ട് അങ്ങനെ ഒരു ഇതില്ല. അത് കഴിവേ ജസ്റ്റ് അപ്പോഴേ പോയിക്കോളും. ശില്പി എന്ന കരകൗശല കലയെ സ്നേഹിക്കാനും ആവാഹിക്കാനും പ്രായം ഒരു തടസ്സമല്ലെന്ന് മനസ്സുകൊണ്ട് കുട്ടിയുടെ ചുറുചുറുക്കുള്ള സതി എന്ന 64 വയസ്സുകാരിയുടെ വാക്കുകൾ കളിമൺ ശില്പകളരിയുടെ പ്രസക്തി വിളിച്ചു പറയും. സതിയമ്മ എന്തിനാണ് ഈ പ്രായത്തിൽ ഇത് പഠിക്കാനായിട്ട് വന്നത്? എന്താണ്? എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇച്ചിരി ഡ്രോയിങ് ഒക്കെ പഠിച്ചതാ. പിന്നെ ഇത് ക്ലേ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. അന്നേരം ഇത് പഠിക്കാമെന്ന് വെച്ച് പിള്ളേരൊക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ നമ്മൾ പ്രായം നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ തുടങ്ങിയതുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. 64 മഹാശില്പികളെ സൃഷ്ടിച്ചതും ഇതുപോലുള്ള കളരികളായിരുന്നു. അത് തുടരാൻ സംഘാടകരും തയ്യാറായി. അങ്ങനെ ഒരു വേദി കിട്ടിയപ്പോൾ കുട്ടികളും നാട്ടുകാരും പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലേക്ക് അങ്ങനെ ഒഴുകിയെത്തി. ഈ കളിമൺ കളരി ജില്ലയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് കുട്ടികൾ ഈ പാത്രങ്ങൾ ഉണ്ടാക്കുന്നതും ശില്പങ്ങൾ ഉണ്ടാക്കുന്നതും അത് കുട്ടികൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും അവർക്ക് ഇതിൻ്റെ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത്. അത് പുതിയൊരു അനുഭവമാണ്. കുട്ടികൾ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം കരകൗശല വിദ്യകൾ ഉണ്ടാക്കുന്നതും ശില്പങ്ങൾ ഉണ്ടാക്കുന്നതും പാത്രങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ കുട്ടികൾ പഠിക്കണം. അതിനെക്കുറിച്ച് കുട്ടികൾ അറിഞ്ഞിരിക്കണം. കളിമൺ പാത്ര നിർമ്മാണത്തിൽ പാരമ്പര്യമുള്ള കുമ്പാരന്മാർ കോഴിക്കോട് നിന്ന് എത്തിയിരുന്നു. അവരായിരുന്നു കളരിയുടെ ആശാന്മാർ. ശ്രീബാല എന്ന കൊച്ചു വിദ്യാർത്ഥിനിയും ഇന്ദു ഉൾപ്പെടെയുള്ള അധ്യാപികമാർ വരെ ശില്പനിർമ്മാണ എഞ്ചിനീയറിംഗിന്റെ ബാലപാഠം അഭ്യസിച്ചു. ക്ലേ മോഡലിംഗ് നാളെയുടെ വരുമാന മാർഗമെന്ന തിരിച്ചറിവും കളിമൺ കളരി പകർന്നു നൽകി. ഇന്നത്തെ കാലത്ത് കൊച്ചു പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ വിരലുകളുടെ സൗന്ദര്യം അതിൽ സ്കൂട്ടക്സ് ഇടാൻ ശ്രമിക്കുക, പോളിഷ് ചെയ്യുക, അങ്ങനെ പലതും ചെയ്യുന്നവരാണ്. പക്ഷേ അതല്ല, മണ്ണിനോടുള്ള അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചാണ് ഈ കളരിയിൽ എത്തിയത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.